ഫാദർ ആൻ്റണി ഓവേലിൽ ഇപ്പോൾ ഞാറക്കാട് സെൻറ്റ് ജോസഫ് പള്ളി വികാരിയും കാളിയാട് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായി സേവനം ചെയ്യുന്നു. 2001 ജനുവരി മാസം 2-ാം തീയതിയാണ് ഞാൻ വൈദികനായത്. അന്ന് ഇടുക്കി രൂപത തിരിയാത്ത ഒരു കാലഘട്ടമായിരുന്നു. ബഥേൽ ഇടവകാംഗമാണ് ഞാൻ. ഇപ്പോൾ വൈദികനായിട്ട് 24 വർഷം പൂർത്തിയാകുന്നു. ഈ കാലഘട്ടങ്ങളിൽ വിവിധ ഇടവകളിൽ അസിസ്റ്റൻ്റ് വികാരിയായും വികാരിയുമായി സേവനം ചെയ്യുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അസിസ്റ്റൻ്റ് വികാരിയായി സേവനം ചെയ്ത ഒരു നല്ല ഓർമ്മകൾ നിൽക്കുന്ന ഇടവകയാണ് സെൻറ്റ് ജോസഫ് പള്ളി, പെരിങ്ങട പള്ളി. അവിടെ ഞാൻ എൻ്റെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട നിർമ്മല കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു സഹവികാരിയായിട്ട് സേവനം ചെയ്യുവാൻ ഒരു വലിയ ഭാഗ്യം ലഭിച്ചത് ഞാൻ എന്നും നല്ല ഓർമ്മയായി സൂക്ഷിക്കുന്നുണ്ട്. ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ കാലമായിരുന്നു അത്. ഇന്നത്തെ വികാരി ബഹുമാനപ്പെട്ട ജോൺ ഇലഞ്ഞടത്തച്ഛനായിരുന്നു. പെരിങ്ങട ഇടവകക്കാരുടെ വലിയ ഒരു സ്വപ്നമായിരുന്നു മനോഹരമായ ഒരു ദേവാലയവും അതുപോലെ തന്നെ ഇടവക കാര്യാലയവും. ചുരുങ്ങിയ സമയം കൊണ്ട് അതിൻ്റെ പണി പൂർത്തിയാക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ അവസാനത്തെ വർഷം ഏകദേശം 2005-2006 കാലഘട്ടങ്ങളിലാണ് ഞാൻ അവിടെ സഹവികാരിയായിട്ട് ജോണച്ചനോടൊപ്പം ഉണ്ടായിരുന്നത്. ഇടവക്കാരുടെ വലിയ സഹകരണം, കൂട്ടായ്മയിലുള്ള പ്രവർത്തനങ്ങൾ, ഏക മനസ്സോടെ പ്രിയപ്പെട്ട ജോണച്ചനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതൊക്കെ അത്ഭുതത്തോടെ ഞാൻ ആ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടിട്ടുണ്ട്. സഹവികാരി എന്ന നിലയിൽ എനിക്ക് അധികം വലിയ ഉത്തരവാദിത്തങ്ങൾ അതിൽ ചെയ്യുവാനുണ്ടായിരുന്നില്ല. പക്ഷേ ഭക്തസംഘടനകളും കുട്ടികളും യുവജനങ്ങളും മുതിർന്നവരുമൊക്കെയായി കുടുംബങ്ങളുമായി ഒരു നല്ല ബന്ധം പുലർത്തുവാൻ ആ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇടവക നിർമ്മാണം നടക്കുമ്പോൾ തീർച്ചയായിട്ടും വിവിധ തലങ്ങളിൽ പല ഒത്തുചേരലുകളും മീറ്റിങ്ങുകളും പല കമ്മിറ്റികളിലുമൊക്കെ പങ്കെടുക്കുകയും എങ്ങനെ ദൈവാലയം നിർമ്മിക്കാൻ കഴിയും, അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിൽ ആദ്യം ഒരു ആലയം പണിതതിന് ശേഷം അതിൻ്റെ ഭൗതിക നിർമ്മിതി എന്ന ഒരു ആത്മീയ ചിന്തയോടെയുള്ള ബഹുമാനപ്പെട്ട ജോണച്ചൻ്റെ ആ ഒരു നിലപാടുകളൊക്കെ ഒത്തിരി കണ്ട് മനസ്സിലാക്കുവാനും അടുത്തറിയുവാനും ഒക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുവിധം സാമ്പത്തിക ഭദ്രതയുള്ള ഇടവക എന്ന നിലയിൽ പെരിങ്ങടക്കാരെല്ലാം അവരുടെ ഒരു 100% ആത്മാർത്ഥതയോടുള്ള പ്രവർത്തനങ്ങൾ ആ നിർമ്മാണ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നത് അഭിമാനത്തോടെ ഓർക്കുകയാണ്. പണി പൂർത്തിയാകുമ്പോൾ പള്ളിയും പള്ളിമുറിയും അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തീകരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് പോലെ സാമ്പത്തികമായ ഒരു ഭദ്രതയിൽ അല്പം തുക മിച്ചം വെച്ച് തന്നെ ബാലൻസ് ആക്കി തന്നെ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞ ഒരു അത്ഭുതകരമായ ഒരു നിർമ്മിതിയാണ് അവിടെ നടന്നതെന്ന് അത് തന്നെ യേശുപിതാവിൻ്റെ പ്രത്യേകമായ ഒരു ഇടപെടലുകളായിട്ട് കാണുകയാണ്. ഞാൻ ഇടവകയെ കാണുമ്പോൾ ഈ നിർമ്മിതിക്ക് അപ്പുറമായി ധാരാളം ദൈവവിളികളുള്ള ഒരു ഇടവകയാണ് പെരിങ്ങട. ഏത് ഒരു കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും മാതൃവേദിയൊക്കെ സജീവമായിരുന്ന കാലഘട്ടങ്ങളിൽ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുകയും ബഹുമാനപ്പെട്ട ജോർജ് മുളഞ്ഞാനി അച്ഛൻ, അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു കേട്ടുള്ള അറിവാണ്, മുളഞ്ഞാനി അച്ഛൻ വികാരിയായിരുന്നപ്പോൾ അമ്മമാരെ വിളിച്ചുകൂട്ടി ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങളുടെ മക്കളിൽ ഒരാളെ വൈദികനാകാനോ സമർപ്പിതയാകാനോ പറഞ്ഞയക്കണമെന്ന്. അതിൻ്റെ ഒരു വലിയ അനുഭവം പങ്കുപറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു വലിയ പ്രാർത്ഥനാ നിയോഗം ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ട ആ ഇടവകക്കാരായ പ്രിയപ്പെട്ട അച്ഛന്മാർ ആ കാലഘട്ടങ്ങളിൽ ദൈവവിളി സ്വീകരിച്ചവരാണ്. പ്രിയപ്പെട്ട ജോസ് പുതൂര്, ജോർജ് ചേറ്റൂര്, ജോസ് പുല്ലോപ്പള്ളിയിൽ, ജോസ് കോടാമുള്ളിൽ, ഇവരൊക്കെ ഈ വൈദികരെല്ലാം ആ കാലഘട്ടങ്ങളിൽ രൂപത വൈദികരെന്ന നിലയിലും മറ്റ് മിഷണറിമാരായിട്ടും വൈദികരായിട്ടും സന്യാസ വൈദികരായിട്ടുമൊക്കെ അവിടെ നിന്നും ദൈവവിളി സ്വീകരിച്ചവരാണ്. അപ്പം അങ്ങനെ ഒരു വിശ്വാസ പാരമ്പര്യത്തിൽ ആ കാലഘട്ടങ്ങളിലെ മാതൃവേദിയും അന്ന് വിൻസെൻ്റ് ഇപ്പോൾ പ്രവർത്തകരുമൊക്കെ വലിയ സജീവമായ ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരാണെന്ന് സന്തോഷത്തോടെ ഓർക്കുകയാണ്. എൻ്റെ ഒരു മനസ്സിൽ ആ ഒരു ദൈവവിളി പ്രോത്സാഹിപ്പിച്ച അച്ഛന്മാർ ഇന്നവർ നമ്മുടെ കോതമംഗലം രൂപതയിൽ സ്തുത്യർഹമായ അവരായിരിക്കുന്ന ഇടങ്ങളിൽ വലിയ സേവനം ചെയ്യുന്നുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ജോസ് കോടമുള്ളച്ഛൻ്റെ കൂടെ അവിടെ ഒരു അസിസ്റ്റൻ്റ് വികാരി ആയിരുന്ന കാലഘട്ടത്തുള്ള അടുപ്പം തൊട്ട് നിർമ്മല പബ്ലിക് സ്കൂളിൽ വൈസ് പ്രിൻസിപ്പളാകാനും അധ്യാപകനാകാനും ഒക്കെയുള്ളൊരു ഭാഗ്യവും ലഭിച്ചു. ഇന്ന് അച്ഛൻ്റെ ഒരു ആത്മാവ്
ഉറങ്ങുന്ന ഇടം നിർമ്മല പബ്ലിക് സ്കൂളാണ്. അതിൻ്റെ എല്ലാ പുരോഗതിയിലും അച്ഛൻ്റെ ഒരു കയ്യൊപ്പുണ്ട്. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ ആ ഒരു വലിയ തീരുമാനങ്ങളുമൊക്കെ കാര്യങ്ങളിൽ ഒരു വിദ്യാഭ്യാസ മേഖലയിലുള്ള അച്ഛൻ്റെ കാര്യങ്ങളുമൊക്കെ താല്പര്യങ്ങളുമൊക്കെ അതിൽ നിഴലിക്കുന്നുണ്ട്. അച്ഛനെ ഇപ്പോൾ ഞാൻ ഏറ്റവും ഒരു പൂജ്യമായ ഓർമ്മയിൽ സൂക്ഷിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ പെരിങ്ങഴ ഇടവകയെ സംബന്ധിച്ചിടത്തോളം പല അച്ഛന്മാർക്കും നല്ല അഭിപ്രായങ്ങളാണുള്ളത്. അതുപോലെ തന്നെ അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഉള്ള അവരുടെ ഒരു വലിയ താല്പര്യം, പ്രത്യേകിച്ച് വിൻസെൻ്റ് ഇപ്പോൾ അംഗങ്ങൾ ഇന്നും അതിൻ്റെ അംഗങ്ങളുടെ എണ്ണത്തിൽ ഒരു വർധനവുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ളവർ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഭവന നിർമ്മാണ പദ്ധതി വിൻസെൻ്റ് ഇപ്പോൾ പെരിങ്ങഴ യൂണിറ്റിന് അല്ലെങ്കിൽ ആ സൊസൈറ്റിക്ക് പെരിങ്ങഴയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുവാൻ സ്ഥലം പ്രിയപ്പെട്ട ജോസഫ് കോടാമുള്ളച്ചനും മറ്റുള്ളവരുമൊക്കെ സംഭാവനയായി നൽകിയ സ്ഥലത്ത് ഭവന നിർമ്മാണം നടക്കുന്നതൊക്കെ ഞാൻ മറ്റ് പല രീതിയിൽ അതിനെക്കുറിച്ച് അറിയുന്നുണ്ട്. അതെല്ലാം വലിയൊരു പ്രോത്സാഹനമാണ്. ഞാൻ തുടർന്ന് ശേഷം എൻ്റെ ശുശ്രൂഷ രംഗത്തുണ്ടായിരുന്ന പല ഇടവകളിൽ ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 4-5 ലക്ഷം രൂപ മുടക്ക് വരുന്ന ഭവനങ്ങൾ ഒന്നൊഴിയാതെ ഓരോ വർഷവും അർഹിക്കുന്നവർക്ക് ഭവനം നിർമ്മിച്ച് നൽകാനുള്ളൊരു താല്പര്യം പെരിങ്ങഴയിലുള്ള വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിലെ അംഗങ്ങൾ നേതൃത്വം നൽകുന്ന രീതിയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ ഓർക്കാവുന്ന കാര്യമാണ്. ഇതിലെല്ലാം ഏറ്റവും ദൈവകൃപ ലഭിക്കുന്ന വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ വലിയ ഒരു ഇടപെടലുകളാണ്. അത്ഭുതകരമായിട്ട് ആ ദൈവാലയത്തിൻ്റെ നിർമ്മാണം, അതിൽ ഏതെങ്കിലുമൊക്കെ ആരംഭ കാലഘട്ടത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ മറനീക്കി വലിയ ഒരു ചാരിതാർത്ഥ്യത്തോടെയുള്ള ആ ദേവാലയ നിർമ്മിതി തന്നെ യോസേപ്പ് പിതാവിൻ്റെ വ്യക്തമായ ഇടപെടലുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എനിക്ക് യോസേപ്പ് പിതാവിനോടുള്ള പ്രത്യേക താല്പര്യവും ഒരു ബന്ധവുമൊക്കെ ഉണ്ടാകാൻ ആ ഇടവകയിലെ ശുശ്രൂഷ കാലഘട്ടം സഹായിച്ചിട്ടുണ്ട്. തുടർന്ന് എൻ്റെ ഇപ്പോൾ സ്വന്തം ഇടവക നെല്ലിമറ്റം സെൻറ്റ് ജോസഫാണ്. ഞാനിപ്പോൾ സേവനം ചെയ്യുന്ന ഇടവക ഞാറക്കാട് സെൻറ്റ് ജോസഫാണ്. ഇങ്ങനെ യോസേപ്പ് പിതാവിൻ്റെ ഒരു പൈതൃക വലയത്തിൽ എപ്പോഴും ആയിരിക്കാൻ കഴിയുന്നതും വ്യക്തിപരമായ ആ ഒരു ഇഷ്ടവും പ്രാർത്ഥനാ നിയോഗവും ഒക്കെ യോസേപ്പ് പിതാവിനോട് സമർപ്പിക്കുവാനും ഒക്കെ കഴിയുന്നത് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ആ ഒരു വർഷക്കാലം പെരിങ്ങഴിയിലൂടെ കടന്നുപോയതായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ, ചെറുവർഷം മിഷ് ലീഗ്, യുവദീപ്തി, അതുപോലെ മുതിർന്നവർ, സൺഡേ സ്കൂൾ അധ്യാപകരൊക്കെ ഒരു വലിയ സഹകരണം അവരാ കഴിയുന്ന വിധത്തിലുള്ള ഇടവകയെ സജീവമാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ ഓർക്കുന്ന കാര്യമാണ്. കുട്ടികളൊക്കെ ഇന്ന് വലിയ നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എങ്കിലും എൻ്റെ മനസ്സിൽ നിന്നും അവരൊക്കെ ഇപ്പോഴും ആ ചെറുപ്പമായിരിക്കുന്ന ഒരവസ്ഥ സൂക്ഷിക്കുന്നു. അവരൊക്കെ നല്ല നിലയിലെത്തിയിട്ടുണ്ട്. അന്നത്തെയൊക്കെ ഉണ്ടായിരുന്ന സംഘടനാ പ്രവർത്തനങ്ങൾ, ചെറുവർഷം മിഷ് ലീഗിൻ്റെ മേഖലാതല മത്സരങ്ങളിൽ പെരിങ്ങഴയിൽ നിന്നും മൂവാറ്റുപുഴ പോയി സമ്മാനം നേടിയതുമൊക്കെ വലിയ ഒരു ആവേശം ജനിപ്പിക്കുന്ന കാലഘട്ടമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചോദനം നൽകുന്നതായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ പെരിങ്ങഴ ഇടവക പിന്നീട് വന്ന വൈദികരുടെയൊക്കെ നേതൃത്വത്തിൽ അതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറി. പിതാപാത ശുശ്രൂഷകൾ നടക്കുന്നു. അതുപോലെ തന്നെ വിൻസെൻ്റ് പോൾ പ്രവർത്തനങ്ങളുടെ ഭവന നിർമ്മാണ പദ്ധതികൾ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മുന്നോട്ട് പോകുന്ന ആ തരത്തിൽ എല്ലാവിധത്തിലും അതിന് ഓരോ വർഷവും പുരോഗതിയാണ് കടന്നു വരിക എനിക്ക് തോന്നുന്നു. നാനാജാതി മതസ്ഥരായിട്ടുള്ളവർ, പാരമ്പര്യമുള്ള കുടുംബങ്ങൾ വസിക്കുന്ന ഇടം, അങ്ങനെ എന്തുകൊണ്ടും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്നതും എടുത്തു പറയത്തക്ക ശുശ്രൂഷ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരു ഇടവകയായിട്ട് പെരിങ്ങഴ സെൻറ്റ് ജോസഫ് ഇടവകയെ എൻ്റെ ഓർമ്മയിൽ ഞാൻ സൂക്ഷിക്കുകയാണ്. ഇപ്പോൾ സേവനം ചെയ്യുന്ന ബഹുമാനയുടെ പോളച്ചൻ, എന്നേക്കാൾ ഒരു വർഷം മുമ്പ് വൈദികനായ ഒരു വ്യക്തി, വളരെ ഹൃദ്യമായ അനുഭവം എനിക്ക് അച്ഛനോടുണ്ട്. അച്ഛൻ്റെ ഒരു ആത്മീയ ശുശ്രൂഷ നേതൃത്വത്തിൽ ആ ഇടവക ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. തുടർന്നും പെരിങ്ങഴ ഇടവകയ്ക്ക് എല്ലാ വിധത്തിലുള്ള ദൈവാനുഗ്രഹവും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.